ഹലോ, വെൽക്കം ബാക്ക് ടു ആഷിഖ് അഫ്സാന. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണ് കാലിഗ്രഫി ഡെക്കോസ് വെക്കേണ്ടതെന്നുള്ള ഒരു സംശയം ഒരുപാട് കസ്റ്റമേഴ്സിനുണ്ട്, ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഇപ്പോഴും നമുക്ക് ദിവസം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് എവിടെ വെക്കണം, ഈ ഒരു കാലിഗ്രഫി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ എവിടെ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ എന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി നമ്മളുടെ കസ്റ്റമറിൻ്റെ പ്രിഫറൻസസ് വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. ഓൾസോ നമ്മളുടെ ഒരു പ്രിഫറൻസും വെച്ച് നമ്മൾ പറയുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അറബിക് കാലിഗ്രഫി എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് എ ഡെക്കോർ ഐറ്റം. നമ്മൾ ഈ അറബിക് കാലിഗ്രഫി നമ്മൾ വീട്ടിൽ വെക്കാന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ അവിടെ ബർക്കത്തുണ്ടാവണം, അത് നമ്മളുടെ കുട്ടികൾ കാണണം, നമ്മളുടെ ഫാമിലി ദിവസവും അള്ളാനെ നമ്മൾ റിമൈൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ അറബിക് കാലിഗ്രഫീസ് നമ്മൾ വീട്ടിൽ വെക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് വാങ്ങി വെക്കുന്നതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വെക്കുന്നത്. നിങ്ങളൊരു പുതിയ വീട് എടുക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അറബിക് കാലിഗ്രഫി നിങ്ങളുടെ വീടുകളിൽ വെക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. അപ്പം നമ്മളടുത്ത് ഒരുപാട് അറബിക് കാലിഗ്രഫി ഡെക്കോസ് ഉണ്ട്. ഒരുപാട് ഡിസൈൻസിൽ ഒരുപാട് വേർഡ്സ്, ഖുറാനിക് വേർഡ്സസ് നമ്മൾ കാലിഗ്രഫി ഡെക്കോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് തുടങ്ങാം. മെയിൻ എൻട്രൻസിലേക്ക്, നമ്മളൊരു വീടിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് നമ്മൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസസ് പോകുന്ന കാലിഗ്രഫി എന്ന് പറയുന്നത് ഒന്ന് ബിസ്മി, പിന്നെ ബിസ്മി വിത്ത് ഹാസാമിൻ ഫല്ലി റബ്ബി, മാഷാ അല്ലാ തബാറക്കല്ലാ. മാഷാ തബാറക്കല്ലയും ബിസ്മി വിത്ത് ഹാസാമിൻ ഫല്ലി റബ്ബിയാണ് ഏറ്റവും കൂടുതൽ മെയിൻ ഡോറിലേക്ക്, അതായത് നമ്മളുടെ മെയിൻ എൻട്രൻസിലേക്ക് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എല്ലാത്തിനും അതിൻ്റെയൊക്കെ അർത്ഥം അറിയാം. എൻ്റെ നെയിം ഓഫ് അല്ലാ എന്നുള്ളതാണ് ബിസ്മിയുടെ അർത്ഥം. സോ അത് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഫസ്റ്റ് കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടായിരിക്കും, ബിസ്മി എന്തായാലും അവർ കാണുമല്ലോ, അപ്പോൾ എന്തായാലും അവർ മനസ്സിലിങ്ങനെ ചൊല്ലും, അത് ചൊല്ലിയിട്ട് അത് കണ്ടിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മളുടെ വീടിന് കിട്ടി, അതുപോലെ ആ ഒരു ബർക്കത്ത് നമുക്ക് കിട്ടി. നമ്മളെ മെയിൻ എൻട്രൻസ് കണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി, വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ലിവിങ് റൂമാണ് കാണുന്നത്. അപ്പോൾ ആ ലിവിങ് റൂമിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും നമ്മളും പ്രിഫർ ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയും ആയത്തുൽ കുർസിയാണ്. അത് അസ്മാഉൽ ഹുസ്ന നമ്മളുടെ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള അസ്മാഉൽ ഹുസ്നയാണ് അധികം ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും. പിന്നെ വരുന്നത് LED ആയത്തുൽ കുർസി ചെയ്യാൻ പറ്റും. ഇതൊക്കെ കസ്റ്റമൈസബിൾ ആണ്, എന്നാലും എവിടെയാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ലിവിങ് റൂം കഴിഞ്ഞ് പിന്നെ നമുക്ക് സ്റ്റെയർ കേസ് ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അള്ളാഹ് മുഹമ്മദ്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കാലിഗ്രഫി ആയിട്ടുണ്ട്. അതും അള്ളാഹു അക്ബർ കൂടുതലും സ്റ്റെയർ കേസ് ഹോളിലേക്കാണ്, സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ അള്ളാഹ് മുഹമ്മദ്, പിന്നെ ആയത്തുൽ കുർസി. ഇനി നമുക്ക് പ്രെയർ റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രെയർ റൂമിൽ നമുക്ക് അള്ളാഹ് മുഹമ്മദ് വെക്കാൻ പറ്റും, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ കുൽഹു അല്ലാ, 3 കുൽസിൻ്റെ കോംബോ ഉണ്ട്, അത് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിൽ നമുക്ക് വെക്കാൻ പറ്റിയതാണ് ലൈൻ ശക്കരത്തും അസീദന്നക്കും. അത് നമ്മൾ എപ്പോഴും വായിച്ചിരിക്കേണ്ട, അതായത് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഖുറാനിക് വേഴ്സാണ് ലൈൻ ശക്കരത്തും അസീദന്നക്കും. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ വെക്കാമെന്നുണ്ടെങ്കിൽ അത് അത്രയും ബെറ്റർ ആയിരിക്കും. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റഡി റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റഡി റൂം അല്ലെങ്കിൽ ഹോം ഓഫീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ വെക്കാം. നിങ്ങൾക്കൊരു ഫീച്ചർ വാൾ, അതായത് കുറച്ച് എംപ്റ്റി ആയിട്ട് കിടക്കുന്ന ഒരു വാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മളുടെ LED വെച്ചിട്ടുള്ള ആയത്തുൽ കുർസി വെക്കാൻ പറ്റും. അത് അടിപൊളിയായിരിക്കും കാണാൻ. നമ്മളൊരു കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അതുപോലെ, അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം. സോ അത് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. റെസിൻ വർക്ക്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റെസിന് ഇത് ഒരുപാട് മെറ്റീരിയൽസിൽ വരുന്നുണ്ട്, GI മെറ്റൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, റെസിൻ, അങ്ങനെയൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഇൻറ്റീരിയർ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഖുറാനിക് വേഴ്സസ് ഇതിൻ്റെ അർത്ഥം അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി അപ് ടു യു ആണ്. പക്ഷേ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത ലോങ് വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ അറബിക് കാലിഗ്രഫി ഡെക്കോസ് വാങ്ങുമ്പോൾ കുറേ പേര് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.